തിരുവനന്തപുരം വെടിവെച്ചാൻ കോവിലിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 18-കാരന് ദാരുണാന്ത്യം. പള്ളിച്ചൽ അയണിമൂട് സ്വദേശി സുരേഷ് കുമാറിന്റെ മകൻ ശിവസൂര്യയാണ് മരിച്ചത്. സംഭവത്തിൽ അജിത്ത്, കാർത്തിക്, ആരോമൽ എന്നിവർ പിടിയിലായി. മുൻവൈരാഗ്യമായിരുന്നു ആക്രമണകാരണം. നെയ്യാറ്റിങ്കര വെടിവെച്ചാങ്കോവിലിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഈ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കിടയിൽ കാക്കാമുല സ്വദേശിയായ ശിവസൂര്യ എന്ന 18-കാരനാണ് എൻ്റെ ജീവനാണ് പൊലിഞ്ഞത്. ഇന്നലെ മനസ്സിലാക്കുന്നതനുസരിച്ച് 5 പേർ 2 ബൈക്കുകളിലായി 5 പേർ ഈ പ്രദേശത്തെത്തുന്നു. തുടർന്ന് വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. ഇതിനിടയിൽ പിടിച്ചു തള്ളുന്നതിനിടയിലായിരുന്നു സമീപത്തെ കടയിലെ കണ്ണാടിച്ചില്ലിൽ പതിച്ച ശിവസൂര്യ കണ്ണാടിച്ചില്ലിൽ തകർന്ന് രക്തത്തിൽ കുളിക്കുന്നതും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെയാകുന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ഉണ്ടായിരുന്ന എല്ലാവരും ഒരു സമീപത്തെ ഒരു ടർഫിലെ അംഗങ്ങളായിരുന്നു, ഫുട്ബോൾ കളിക്കുന്ന അംഗങ്ങളായിരുന്നു. 1 വർഷത്തിന് മുമ്പ് ഇവർ തമ്മിൽ ചില മാനസിക ബുദ്ധിമുട്ടുണ്ടായി, ചില തർക്കങ്ങളിൽ ഏർപ്പെട്ട ഇവർ തമ്മിൽ പിണക്കത്തിലായിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇന്നലെയും ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിൽ നിന്ന്. ഇന്നലെ ഇതേ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുന്നു. തർക്കത്തിനിടയിലായിരുന്നു ഈ പറയുന്ന ശിവസൂര്യയുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു അജിത്ത്, കാർത്തിക്, ആരോമൽ എന്നീ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഇതിന് പിന്നിലുള്ള തർക്കങ്ങൾ, കാരണങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. അതേസമയം ശിവസൂര്യയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്താണ് തർക്കമെന്നുള്ളതിനെ കുറിച്ചുള്ളതും ഒക്കെയും പോലീസ് ഇപ്പോൾ വിശദമായി തന്നെ ഇവരോട് ചോദിച്ച് മനസ്സിലാകുന്നുണ്ട്. വരും മണിക്കൂറിൽ നമുക്കിത് വ്യക്തമാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.